നമ്മൾ ശരീരത്തിൽ ചിന്തിക്കുന്നത് ആ ഭക്ഷണം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കളഞ്ഞതായ ഭക്ഷണത്തെ ഓർക്കുന്നത് നമ്മൾ എപ്പോഴാണ് ഈ ഒരു വെള്ളം കിട്ടാതിരിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളത്തെ കുറിച്ച് ഓർക്കുന്നത് പോലെ ഭക്ഷണം നമുക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാതാകുന്ന സമയത്ത് നമ്മളത് ആ ഭക്ഷണത്തെ കുറിച്ച് ഓർക്കുകയാണ്. ഒരുപാട് ഭക്ഷണങ്ങൾ കളഞ്ഞുപോയില്ലേ എന്നുള്ള ചിന്ത നമുക്ക് വരുന്നത് നമുക്ക് വിശക്കുമ്പോ ഭക്ഷണം കിട്ടാതാകുന്ന സമയത്താണ്. ഇതുപോലെ നമുക്ക് ആരോഗ്യം നൽകി ആ ആരോഗ്യം നമ്മൾ വേണ്ടതുപോലെ നമ്മൾ ചെലവഴിച്ചില്ല, നമ്മൾ കൃത്യമായിട്ട് നിസ്കരിച്ചില്ല, ഒരുപാട് ആരോഗ്യം നമുക്ക് നൽകിയില്ലേ, ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചില്ല. എപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്? നിന്റെ കാലിന് നിന്റെ മുട്ടിലൊരു വേദന വരുമ്പോ ഏതാണെന്ന് സുജൂദ് ചെയ്യാൻ നോക്കുമ്പോ നിനക്ക് വേദന അനുഭവപ്പെടുമ്പോ നീ ചിന്തിക്കുകയാണ്, എനിക്ക് ഒരുപാട് ആരോഗ്യം തന്ന് ആ ആരോഗ്യമുള്ള സമയത്ത് എനിക്ക് വേണ്ടതുപോലെ ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് സുജൂദ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത് എപ്പോഴാണ്? നിനക്ക് ആരോഗ്യമില്ലാതാകുന്ന സമയത്താണ്. ഇങ്ങനെ വിഷയമെടുത്താലും എപ്പോഴാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് ഇല്ലായ്മ വരുമ്പോഴാണ് നമുക്ക് ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കണം, നമ്മളെപ്പോൾ വെള്ളത്തെ നമ്മളെ വെള്ളമുണ്ടാകുന്ന സമയത്ത് ഒരുപാട് അനാവശ്യമായ വെള്ളം നമ്മൾ പാഴാക്കി കളഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, ഒരുപാട് വെള്ളങ്ങൾ നമ്മൾ അനാവശ്യമായി കളഞ്ഞു പോയില്ലേ. ഇപ്പോൾ നമ്മൾ വെള്ളത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? വെള്ളമില്ലാതിരിക്കുന്ന സമയത്താണ്. ഇതുപോലെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള് ഏത് വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത് ഇല്ലാതാകുന്ന സമയത്ത്, പ്രയാസമുണ്ടാകുന്ന സമയത്താണ്. അതുകൊണ്ട് നമ്മൾ ഓർത്തു വെക്കണം, അല്ലാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നുപോയി. ആ അനുഗ്രഹത്തെ നമ്മൾ എന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ അനുഗ്രഹത്തെ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. നമ്മുടെ വീട്ടിലതാ കരണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, ഇത് എനിക്ക് അല്ലാഹു തന്ന വലിയ അനുഗ്രഹമാണ്. കരണ്ടില്ലാതെ ജീവിക്കുന്ന എല്ലാ പാവപ്പെട്ടവരുണ്ട്, എന്നാൽ എനിക്ക് അല്ലാഹു ഈ ഒരു അനുഗ്രഹം എനിക്ക് തന്നില്ലേ. അതുകൊണ്ട് ഞാൻ ഇത് വേണ്ടതുപോലെ ചെലവഴിച്ചില്ലെങ്കിൽ ഞാൻ അല്ലാഹുവിനോട് കാണിക്കുന്ന ഒരു വലിയ കേടാണല്ലോ എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ കയറി വരണം. ഇങ്ങനെ എല്ലാ വിഷയത്തിലും നമുക്കതാ ചിന്തയുണ്ടാകണം. അല്ലാഹു എനിക്ക് നൽകിയതായ അനുഗ്രഹം അത് എന്നും നമ്മുടെ കൽബിൽ ഓർമ്മയുണ്ടാകണം. അങ്ങനെ നമ്മൾ ഇസ്ലാമായി നമ്മളൊരു കാര്യം ചെയ്യരുത്. എല്ലാ വിഷയത്തിലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ നേരത്തെ പറഞ്ഞുവല്ലോ, നമ്മളതാ ഒതുവെടുക്കുന്ന സമയത്ത് അതിനൊരു പുഴയിലാണെങ്കിലും 3 പ്രാവശ്യത്തിലധികം നമ്മൾ ചെയ്യരുത്. മുഖങ്ങൾ 3 പ്രാവശ്യം കഴുകൽ സുന്നത്തുണ്ടല്ലോ, അത് ഞങ്ങളതാ വെട്ടത്തിൽപ്പാട് ഒഴുകി പോകുന്നുണ്ടല്ലോ. അതുകൊണ്ട് 4 പ്രാവശ്യമാക്കാണെന്ന് ചിന്തിക്കരുത്. 3 പ്രാവശ്യത്തിനേക്കാളും അധികരിപ്പിക്കുന്നത് സ്ഥാനത്താണ്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം, അതൊക്കെ നമ്മൾ ഇസ്ലാം നമ്മൾ അനാവശ്യമായി വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് അത് തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്.